അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് 5ാം ക്ലാസ്സിലെ താരീഖിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുതിരയുടെ പേര്, നബിതങ്ങൾ ഉപയോഗിച്ചിരുന്ന കുതിരയുടെ പേരെന്താണ്? ബൈല എന്ന് പറഞ്ഞ കുതിരയായിരുന്നു നബിതങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അടുത്തത്, മുസ്ലിമീങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു കുസാഅത്ത് ഗോത്രം. കാരണം ഖുറൈശികൾ നബിതങ്ങൾക്ക് എതിരായിരുന്നു. അബൂ ജഹലും നബിതങ്ങൾക്ക് എതിരായിരുന്നു. നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരാണ് എന്ന് പറഞ്ഞത് സംശയിക്കാനൊന്നുമില്ല. ആരാണ്? ഖുറൈശികളാണ് പറഞ്ഞത്. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം ഒരുക്കിയ ആളുകളാണ്. കിടങ്ങ് കയറിയ സ്വഹാബികൾ 300 സഹാബികളാണ്. 300 സഹാബികൾ ചേർന്നാണ് പട്ടിണി കടന്ന് വയറ്റിൽ കല്ല് കെട്ടി വെച്ച് കിടങ്ങ് കയറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് ആര്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങളുടെ പിതൃവ്യൻ. അടുത്ത ബദറിൽ കൊല്ലപ്പെട്ട ആളാരാണ്? അബൂ ജഹലാണ്. അബൂ ജഹൽ ബദറിൽ കൊല്ലപ്പെട്ടതാണ്. ഉഹദ് യുദ്ധം ഉണ്ടായത് ഏത് വർഷത്തിലാണെന്നാണ്? 3-ാം വർഷം ശവ്വാലിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. മക്ക വിജയം ഏത് വർഷത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? 8-ാം വർഷം റമദാനിലാണ് പരിശുദ്ധ മക്ക വിജയം ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെയും കൂട്ടി മക്കയിലേക്ക് ചെല്ലുകയും എല്ലാ ഭാഗത്തു നിന്ന് നബിയും സഹാബത്തും കഅബ വളഞ്ഞ സമയത്ത് അവിടെ ഭയവിഹ്വലരായി നിന്ന ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്ത മാതൃക അത് മാപ്പ് നൽകിയതായിരുന്നു. അടുത്തത്, ഹൈബർ ഉപരോധം നടന്നത് ഏത് വർഷത്തിലാണ്? 7-ാം വർഷം മുഹറം മാസത്തിലാണ് ഹൈബർ ഉപരോധം നടന്നത്. പിന്നെ ഹുദൈബിയ സന്ധി എന്നറിയപ്പെടുന്ന ഹുദൈബിയ കരാർ ഏത് വർഷത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? 6-ാം വർഷം ദുൽഖഅദ് മാസത്തിലാണ്. ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹന്തക്കിന് എന്ത് പേര് പറയുന്നുണ്ട്? അഹ്സാബ് എന്ന പേര് കൂടെ പറയുന്നുണ്ട്. യുദ്ധവും അക്രമവും ഒരിക്കലും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് നബി തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് വസുവത്ത് എന്നാണ് പറയാം. വസുവത്ത് വിജയത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? പരിശുദ്ധ കഅബാലയം മുശ്രിക്കീങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന പരിശുദ്ധ കഅബാലയത്തെ മോചിപ്പിച്ചുകൊണ്ട് നബിയും സഹാബത്തും അതെന്ത് ചെയ്യാണ്? എല്ലാവർക്കും വന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയുണ്ടായിട്ടുള്ളത്. ഖൈബറിൽ നിന്ന് ലഭിച്ച വനീമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്നാണ്? സംശയമൊന്നുമില്ല, സഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു. ഹിജ്റ 6-ാം വർഷം നബിതങ്ങളും സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഖൈബർ എന്ന പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മദീനയുടെയും ഷാമിന്റെയും ഇടയിലാണ് ഖൈബർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മക്കയിൽ നിന്ന് ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്രയാണ്? 50 മൈൽ ദൂരമാണ്. അടുത്തത്, വഖുൽ ജാ അൽ ഹഖു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. പിന്നെ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ വമൻ ഉഗ്ലിക അലൈഹി ബാബുഹു ഫഹുവ ആമിനുൻ. മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല എന്നുള്ളത് എന്തിന്റെ വ്യവസ്ഥകളായിരുന്നു? ഹുദൈബിയ സന്ധിയുടെ വ്യവസ്ഥകളായിരുന്നു. ഖൈബറിൽ ഷഹീദായ സ്വഹാബികൾ എത്ര പേരാണെന്നാണ്? 15 സ്വഹാബികളാണ്. ഉഹദിൽ ഷഹീദായ സഹാബികൾ എത്രയാണ്? 70 സഹാബികളാണ്. ഉഹദിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് വഴിയിൽ വെച്ച് മടങ്ങിയ ആളുകൾ എത്ര പേരാണ്? 300 പേരാണ് യുദ്ധത്തിന് വരുന്ന വഴിയിൽ വെച്ച് മടങ്ങിയത്. ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 23 പേരാണ്. അടുത്തത്, ബദറിൽ സ്വഹാബികളിൽ ഷഹീദായവർ 14 പേരാണ്. അത്രേ ഉള്ളൂ പരീക്ഷയ്ക്ക്. എന്നാൽ ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പ്രത്യേകിച്ച് താരീഖ് വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഒരുപാട് ഡേറ്റുകളും ഒരുപാട് പേരുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കൃത്യമായി ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കുക. അതേപോലെ ആവശ്യമായത് നോട്ട് ചെയ്ത് വെക്കുക. നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും.